ഹലോ. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ്ങിൽ എൻ്റെ കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി, അവർക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി, അവരുടെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് ചെറിയ എന്തെങ്കിലും ലേസുകളൊക്കെ പിടിപ്പിക്കുക എന്നുള്ളത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഇതിൽ പ്രത്യേകിച്ച് പൈസ ഈടാക്കാറും ഇല്ല. കാരണം ഇതെല്ലാം ഞാൻ ഹോൾസെയിൽ റേറ്റിനാണ് വാങ്ങുന്നത്. എറണാകുളത്തു നിന്നാണ് വാങ്ങുന്നത്. മാർക്കറ്റ് റോഡിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ ഒരു ലേസും നൂല്, ഇപ്പോൾ ഈ ഒരു നൂലിന് നമ്മുടെ ഇവിടെ 15 രൂപ 17 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വന്നത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു നൂലിന് 10 രൂപയാണ് വരണുള്ളൂ. അപ്പോൾ ഈ ഇതുപോലത്തെ ലേസുകൾ കംപ്ലീറ്റ് ഞാൻ ലേസുകൾ നൂലുകളെല്ലാം വാങ്ങുന്നത് എറണാകുളത്തു നിന്നാണ്. അപ്പോൾ കൃഷ്ണ ലേസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, അതുപോലെ തന്നെ അതൊക്കെ വലിയ ഷോപ്പാണ്. ചെറിയ ഷോപ്പുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഓരോന്നിനും ചിലപ്പോൾ 1-2 രൂപയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും മൂവ്മെൻറ്റ് നോക്കിയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഡൽ ലേസ്, അപ്പോൾ അതായത് നമുക്ക് വെച്ച് കൊടുക്കാനും നമുക്ക് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ലേസുകൾ വേണമല്ലോ വാങ്ങാൻ. ഒത്തിരി വിലയുള്ളതൊന്നും നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മുടെ ബഡ്ജറ്റിന് നമ്മുടെ കസ്റ്റമേഴ്സിനും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേസുകൾ നോക്കി ഏത് കടയിലാണോ അത് വില കുറവ് എന്നുള്ളത് നോക്കി ഒരു 3-4 കടകളിൽ കയറി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു 100 രൂപ വരുന്നതാണ്. 120-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്, പിന്നെ വീതി കൂടിയതിന് വേറെ വിലയാണ് കേട്ടോ. അത് നല്ല വിലയുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാലറിയാം, നല്ല ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള വീതി കൂടിയത് നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പോൾ ചുരിദാറിന് ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു മജന്ത കളർ ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വീതി കൂടിയ ലേസ് കണ്ടില്ലേ, അപ്പോൾ ആ മോഡൽ ലേസ് നമ്മൾ താഴെ വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 5 ഇഞ്ചിൻ്റെ ലേസാണത്. അപ്പോൾ 5 ഇഞ്ച് നമുക്ക് ഇറക്കം കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മിക്ക ചുരിദാറുകൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവരോട് ഞാൻ പറയും, ഇങ്ങനെ ഒരു ലേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് എത്രയും റേറ്റ് ആവട്ടോ എന്ന് പറയും. ആ കറക്റ്റ് ലേസിൻ്റെ റേറ്റ് മാത്രം നമ്മളത് ഈടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കസ്റ്റമേഴ്സിനോട് അത് പറഞ്ഞാൽ മതി. അല്ലാത്ത ഈ ചെറിയ ലേസുകളൊക്കെ വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ഞാൻ പൈസ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പൈസ വാങ്ങണത് എങ്ങനെയാണ്, നമ്മുടെ ഏരിയയിൽ തയ്യൽക്കാർ വാങ്ങുന്ന ആ ഒരു പൈസ എത്രയാണോ അതിൽ നിന്ന് ഒരു 5 രൂപയെങ്കിലും കുറച്ച് നമ്മൾ ഫസ്റ്റിൽ തന്നെ കസ്റ്റമേഴ്സിന് ഒരു ഇളവൊക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ അടുത്തുനിന്ന് പോവാത്ത രീതിയിൽ നമ്മൾ അത് നോക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല റേറ്റാണ് തയ്യൽ കൂലി. എവിടെ നോക്കിയാലും നമ്മൾ എവിടെ അന്വേഷിച്ചാലും ഒരു ചുരിദാറൊക്കെ തയ്ക്കുന്നതിന് 1000-ന് മേലെ വാങ്ങുന്നവരും ഉണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ടൗണുകളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പൊതുവേ ഞാൻ അന്വേഷിപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ഇതുപോലെ എനിക്ക് തയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ചുരിദാർ തന്നെ ഞാൻ തയ്ച്ച് കിട്ടിയതിന് സ്കാലപ്പ് വർക്ക് ചെയ്തതിന് ഒരു ഷോളിന് 300 രൂപ അവർ വാങ്ങിയെടുത്തു. പിന്നെ ചുരിദാർ തയ്ക്കുന്നതിന് 700 രൂപയും, അങ്ങനെ മൊത്തം 1000 രൂപയാണ് ആ ചുരിദാറിനായത്. അതായത് തുണി വാങ്ങുന്നതിലും ഇരട്ടി പൈസ ചുരിദാർ നമ്മുടെ തയ്യൽ കൂലി വരുന്നുണ്ട്. അപ്പോൾ ഈ തയ്യൽ കൂലി അത്രയും വരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പം ഞങ്ങളൊരു ടൗൺ ഏരിയയിലല്ല, അപ്പോൾ അവിടെയുള്ള ഒരു റേറ്റ് എങ്ങനെയാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ റേറ്റ് ഇടുക. പിന്നെ ഞാൻ ഇതുപോലത്തെ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അതിന് പൈസയൊന്നും വാങ്ങാറില്ല. അപ്പോൾ നൈറ്റിക്കായാലും കുർത്തിക്കായാലൊക്കെ നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്കിപ്പോൾ ഇത് ഹോൾസെയിൽ റേറ്റിന് വാങ്ങുമ്പോൾ നമുക്കൊരു 1/2 മീറ്ററോ 1 മീറ്ററോ ഒന്നി താഴെയൊക്കെ വരുള്ളൂ. നൈറ്റിക്കായാലും 2 സ്ലീവിലും പിന്നെ നെക്കിലും വയ്ക്കാൻ ഒരു 1/2 മീറ്റർ കൂടി വന്നാൽ, അല്ലെങ്കിൽ ഒരു 3/4 മീറ്റർ അത്രയേ വരുള്ളൂ. അപ്പോൾ അത് ഒരു വലിയ തുകയായിട്ട് തോന്നാറില്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിന് വാങ്ങുമ്പോൾ കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ മുറിച്ച് വാങ്ങുമ്പോൾ അത് നമുക്ക് ഇത് ഒരു നഷ്ടമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോഴോ 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ ഈ ലേസ് വാങ്ങിക്കാനായിട്ട് പോവാറുള്ളത്. അങ്ങനെ അപ്പോൾ കൂടുതലും ബസ്സിനൊക്കെയാണ് പോവാറ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നമ്മളിപ്പോൾ കാറിനൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പോയി വാങ്ങിയാലും മതി. അപ്പം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ കൂട്ടാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് അറിയാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത്. അപ്പോൾ ഈ ഒരു ലേസിൻ്റെ എല്ലാം വില വരുന്നത് ഈ ചെറിയ ലേസുകൾക്കെല്ലാം 90 രൂപ,
അതുപോലെ 80 രൂപ. ഞാൻ വേറൊരു വലിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് അവർ 100 രൂപയാണ് വാങ്ങിയത്. പിന്നെ ചെറിയൊരു ഷോപ്പിൽ ഞങ്ങൾ തപ്പി പോയി കുറച്ച് അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ വെറുതെ വില ചോദിച്ചപ്പോൾ അവിടെ 80 രൂപയുള്ളൂ. അപ്പോൾ ഓരോ ഷോപ്പുകൾക്കും വ്യത്യാസമുണ്ട്. പല ഷോപ്പിലും പല റേറ്റാണ്. അപ്പോൾ നമ്മളൊരു 5-6 ഷോപ്പ് അതിൽ പോയിട്ട് വേണം അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് വേണം വാങ്ങാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇലാസ്റ്റിക് പല റേറ്റിനുള്ളതുകൊണ്ട് കട്ടി കൂടിയതുകൊണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടത്തിനൊക്കെ വയ്ക്കാൻ കുറച്ച് കട്ടി കൂടിയതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നമ്മുടെ നൈറ്റികൾ ഇതുപോലെ പല മോഡലിലും നമുക്ക് ലേസിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും ഈടാക്കാതെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിനെ നമുക്ക് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് മറ്റെങ്ങോട്ടും പോവാതെ നമുക്ക് നിലനിർത്താനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.